ഗൈസ്, നമ്മൾ ഹൊറർ മൂവിക്കാണ്. മലയാളം ഹൊറർ മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് കണ്ടിട്ട് വരാം. കോഴിക്കോട് വീക്കെൻഡിൽ ട്രാഫിക് അറിയുന്നതുകൊണ്ട് നമ്മൾ ബൈക്കിനാണ് പോയത്. സിനിപോളിസിലായിരുന്നു മൂവി ബുക്ക് ചെയ്തത്. വിചാരിച്ച പോലെ തന്നെ ഈ ഒരു ട്രാഫിക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ കയറുന്നിടത്ത് റോഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ബൈക്ക് അവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ കോപ്രായൊക്കെ കാണിച്ച് നേരെ തിയേറ്ററിലേക്ക് കയറി. നമ്മുടെ കോപ്രായക്കളിയൊക്കെ കണ്ടിട്ട് ഇതിപ്പോ നീയൊക്കെയാണോ കുട്ടി അതോ ഞാനാണോ കുട്ടി? അത്തരത്തിലുള്ള ഒരു നോട്ടായിരുന്നു ആ കുട്ടിയുടേത്. പിന്നെ നമ്മൾ രണ്ടുപേരും അവിടെ എത്തിയപ്പോഴാണ് ഹാലോവീൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ അവിടെ ചെയ്ത് ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ടായി. പിന്നെ അത് എൻജോയ് ചെയ്ത് നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട്, 8:45 ആവാറായിട്ടുണ്ട്. അങ്ങനെയാണ് ലിഫ്റ്റ് കയറി മേലെ എത്തിയപ്പോൾ കോസ്റ്റ്യൂമായിട്ട് കുറേ പേര് ഇതേ ഇതിനെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അതാണെങ്കിൽ ഞാൻ കോമഡി പീസ് അല്ലാന്നുള്ള ഇതിലിരുന്ന് ഇപ്പോൾ അങ്ങനെ തന്നെ കറക്റ്റ് 8:39 ആയപ്പോൾ നമ്മൾ നേരെ സിനിപോളിസിലോട്ട് കയറി. പ്രണവ് മോഹൻലാലിൻ്റെ റീസെൻറ്റ് റിലീസായിട്ടുള്ള ഡൈസ് എറിയുന്നുള്ള ഹൊറർ മൂവിക്കാണ് നമ്മൾ ഇറങ്ങിയത്. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അത്ര ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാതെ തന്നെ ഇറങ്ങിയത്. മൂവിക്ക് കറക്റ്റ് ടൈമിന് കയറി ടൈറ്റിൽ ഫോട്ടോ എടുക്കാൻ കുട്ടി കൂടെ പിന്നെ എങ്ങനെയൊക്കെയോ ടൈറ്റിലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മൂവി ഫുള്ള് നമ്മൾ ഇരുന്ന് കണ്ടു. അത്യാവശ്യം നല്ല ത്രില്ലിങ് മൂവി ആയിരുന്നു. മൂവി കഴിഞ്ഞപ്പോഴത്തേക്ക് 11 മണിക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഡോമിനോസിന് പിസ്സ ഓർഡർ ചെയ്തു. 11:30 ആയിട്ടും കിട്ടാതെ ഇപ്പോൾ ചോദിച്ചോ പറഞ്ഞു പിസ്സ ബ്രേക്കായി, ഒന്നും കൂടെ വെക്കണം. വിശന്നിട്ട് എങ്ങനെയൊക്കെയോ വെയിറ്റ് ചെയ്ത് പിന്നെ അവസാനം പിസ്സ വന്നു. ഈ ഒരു വോൾക്കാനോ ചീസ് പനീർ പിസ്സ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതൊരു തണ്ണാക്കിലേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് ചരിത്രം. അങ്ങനെ ഒരു വിധത്തിൽ പിസ്സ കഴിച്ചു. പിന്നെ എൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലിഫ്റ്റ് ഈ നേരത്തുള്ളൂ. അങ്ങനെ ലിഫ്റ്റ് കയറി താഴെ നിന്ന് ബൈക്കൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട്. സോ ഗൈസ്, നമ്മൾ മൂവി കണ്ടു വന്നു. മൂവി നമുക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. കാരണം ഇവിടെ ഹൊറർ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനും കുറച്ച് എഡ്ജ് ഓഫ് ദ സീറ്റ് മൂവീസ് കണ്ടിട്ട് കുറച്ച് അധികമായി വെച്ചാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസും പിന്നെ അതേപോലെ തന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതും ത്രില്ലടിപ്പിക്കുന്നതായിട്ടുള്ള മൂവി. ഞാനൊക്കെ ഹൊറർ മൂവിയാണ് അധികം കാണാൻ പോകാത്ത. അപ്പോൾ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സീക്വൻസ് വെച്ചാൽ കണ്ണടച്ചിരിക്കുക, അടുത്തത് എന്തോ വരായിരിക്കും, കണ്ണടച്ചിരിക്കുക. അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ മലയാളം മൂവീസിൽ കണ്ടിട്ട് കുറേ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും രാഹുൽ നമുക്ക് വേണ്ടി തന്നു, ഡയറക്ടർ. അതേപോലെ പ്രണവ് മോഹൻലാൽ ആയാലും അധികം കാസ്റ്റിംഗ്, പിന്നെ അതിൽ മീൻസ് പ്രണവിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളുണ്ട്. ആളുടെ കാസ്റ്റിംഗ് ആയാലും ഒക്കെ അടിപൊളിയാണ്. സീൻസ് ആയാലും നമ്മളെ മ്യൂസിക് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും ആ ഒരു ടീമും ആ ഒരു വീടും പിന്നെ എല്ലാം മൊത്തത്തിലൊരു കിഡിലും കാസ്റ്റിംഗ് കിഡിലും മൂവി. അതെ, കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ മൂവി വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ അതെ, നമുക്ക് അത്യാവശ്യം ഒരു ഹൊറർ മൂവി കാണാനുള്ള മൂഡിൽ നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. സോ എന്തായാലും മൂവി കാണാം. ഞങ്ങൾ മൂവി കണ്ട് തിരിച്ചിരുന്നേക്ക് പിസ്സ കഴിച്ച് അണ്ണാക്കൊക്കെ പൊള്ളി ചൂടോടെ അങ്ങനെ. അപ്പം മൂവി എന്തായാലും എല്ലാവരും പോയി കാണുക, വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ കാണുന്നവരേക്കും